ചെയ്യാൻ പറ്റും? ഒരു കുട്ടിക്ക് ഒരു സാധനം പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യണടാ എന്ന് പറഞ്ഞിട്ടല്ല. ആ വാതിലിൽ കൂടെ നാളെ പോയാൽ നന്നായില്ല, നാളെ തീ കൂടെ ഇറങ്ങിക്കൊണ്ട് അയിക്കൂടെ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത്. സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങാടിയിൽ തൊള്ളാടി നോക്കിക്കണ പണിയല്ലേ സ്കൂളിൽ, അത് ഇനി എൻ്റെ അടുത്ത് നടക്കൂല. മഗ്‌രിബിന്റെ ഭാഗം കൊടുത്ത പള്ളിക്കൊക്കെ പോയില്ലെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ഗ്രൗണ്ടിൽ കുട്ടികൾക്കും വെറുതെ കളിച്ചു നടന്ന അപ്പൊ ഞാൻ കാട്ടിത്തരാം. അങ്ങനെ കുറെ ഭീഷണിയാണ് വാപ്പാന്റെ അടുത്തുനിന്ന്. ഉമ്മ പറയാൻ എന്താണെന്നറിയാം, അവിടെ കളിച്ചാൽ നിൽക്കണ്ട, ഇവിടെ വൃത്തിയാക്കാൻ നിൽക്കണ്ട, ബാപ്പ വരാണ്ട് പറഞ്ഞു കൊടുക്കും കാട്ടിത്തരാന്ന്. ഇങ്ങനെ അതേ സമയത്ത് ബാപ്പിക്ക് കാട്ടിക്കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. അയിക്കൂടെ ഇവിടെ കുട്ടിക്കടാന്ന് പറഞ്ഞു പറയണം, എൻ്റെ ഒപ്പം തീ കൂടെ ഇവിടെ പോരടാന്ന് പറയണമെങ്കിൽ കുട്ടിയുടെ ശൈലി അതായി മാറും. നമ്മൾ പലപ്പോഴും കൽപ്പനകളാണ് ഉണ്ടാവല്, പക്ഷെ അത് കൽപ്പന ഇല്ലാതെ തന്നെ എൻ്റെ വാപ്പ ഇങ്ങനെ ചെയ്യണം ഉമ്മ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശൈലിയായി മാറും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് ചെയ്ത് വിജയിച്ചാൽ നമ്മൾ ചില സംഗതി പറയില്ല, പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് എന്നാൽ ആർക്ക് ഇത് വിജയിച്ച ഒരു സാധനം കൂടിയാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ചെയ്യാം, ഒരു ഹൈസ്കൂൾ ലെവലിൽ വരെ വരുന്ന കുട്ടികൾക്ക് സാധാരണ സിമ്പിളായി ചെയ്യാം. നിങ്ങൾ വീട്ടിൽ കുട്ടിനോട് പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ കുറെ നന്മകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും ഈ സാധനങ്ങളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസം ചെയ്താൽ എനിക്ക് ഞാനൊരു ഗ്രേഡ് എടുക്കും, സ്റ്റാർ. നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്? രാവിലെ ദിവസം 5 വക്ത് ആകാതെ നിസ്കരിച്ചാൽ എനിക്ക് എൻ്റെ ഒരു സ്റ്റാർ. അപ്പോൾ അവൻ്റെ പേരിൽ നമ്മൾ പുസ്തകം ഒരു പേപ്പർ വെച്ചേക്കണം, ഡേറ്റ് ഇട്ടിട്ട് ഒരു കലണ്ടർ ഉണ്ടാക്കിയേക്കണം. അപ്പൊ 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓൻ എന്ത് ചെയ്യാം, സ്റ്റാർ. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ടൈം ടേബിളൊക്കെ റെഡിയാക്കി സ്വന്തമായി തയ്യാറാക്കി സ്കൂളിലെ ഹോംവർക്കൊക്കെ പൂർത്തിയാക്കി എന്നോട് പറയണം സ്റ്റാർ കിട്ടോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കുട്ടി ആ സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് ആ പണിയോട് പോകും. അതേ രൂപത്തില് പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യം, മുടി വെട്ടുന്ന കാര്യം, ഇതൊക്കെ പോസിറ്റീവായ കുറേ സാധനം പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ പറയാം അതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണല്ലേ എന്ന് പറയും. അപ്പൊ ഇതിന് സ്റ്റാർ ഉണ്ടോ? ആ സ്റ്റാർ ഉണ്ട്. പ്രായമുള്ള വല്യാപ്പ വീട്ടിലുണ്ടെങ്കിൽ വല്യമ്മ വീട്ടിലുണ്ടെങ്കിൽ ഒരു ദിവസം ഞായറാഴ്ച ഒഴിവുള്ള ദിവസം കുട്ടിനോട് പറഞ്ഞു കൊടുക്കുക, ഉമ്മാന്റെ കാലം ഒഴിഞ്ഞെടുത്താൽ നമുക്ക് സ്റ്റാർ ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കുട്ടി ആ സ്റ്റാർ എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ ഓരോ നേരെ സ്റ്റാർ ഇടുക. അങ്ങനെ മാസമാകുമ്പോൾ എത്ര പോസിറ്റീവ് കിട്ടി നോക്കുക. പിന്നെ അതോടൊപ്പം ചെയ്യാവുന്ന സാധനം എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ അതിന് സ്റ്റാർ വെട്ടുമെന്നാണ്. അപ്പൊ സ്റ്റാറ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ പറഞ്ഞ ഉദാഹരണത്തിന് ഇന്ന് എന്ത് ചെയ്തു, അയലോകത്തെ ആള് പീടിയേക്ക് പോകാൻ ആളില്ല. അപ്പൊ ഓന്റെ പീടിയേക്ക് അവർ വീട്ടിലേക്ക് സാധനം വാങ്ങി കൊടുക്കണം. അവിടെ ആൺകുട്ടികൾ ആരെങ്കിലും അപ്പൊ ഇവിടെ കുട്ടി ഉണ്ടോ ചോദിച്ചു. അപ്പൊ നമ്മൾ സാധാരണ കുട്ടികൾ പറയുന്നതാ എനിക്ക് കളിച്ചാൻ പോകാണ്ടതാണ്. അപ്പൊ ഇത് അയലോകത്തുള്ള ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ സ്റ്റാർ കിട്ടും. അപ്പോൾ അന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി കൊടുക്കും. നമ്മൾ ആ കുട്ടിക്ക് സ്റ്റാർ വെച്ചു. അന്നുണ്ട് മകരീവിന് പള്ളിയേക്ക് ജമാഅത്തിന് ഒന്നും പോയിട്ടില്ല. ആ സ്റ്റാർ മാറ്റാൽ മതി, അത് വെട്ടിയാൽ മതി. അപ്പൊ ഈ പിന്നെ PSC പരീക്ഷ എഴുതണമാർക്ക് പിന്നെ പ്ലസ് മാർക്കും മൈനസ് മാർക്കും ഉണ്ടാകുമ്പോൾ ഒരു മാസം ടോട്ടൽ ചെയ്യാം. പക്ഷെ എന്താ മതിയോ, മാസം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര. ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക. അത് സമ്മാനത്തിന്റെ വലുപ്പമല്ല. അപ്പൊ ഇവിടെ പറഞ്ഞ് 10ാം ക്ലാസ് പൂർത്തിയാക്കി മദ്രസ പഠിക്കുന്നതിനോടൊപ്പം സ്കൂളിൽ പോയ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 12 കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു. ഹിസ്ബ് ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുത്ത കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അംഗീകാരത്തിന് പൈസക്ക് മാത്രം ചെലവല്ല, അതൊരു എന്താ പറയാ ഒരു വാക്കുകൊണ്ടായിരുന്നു മതി. എൻ്റെ അമ്മ അത് പറഞ്ഞല്ലോ, ആ സങ്കടം ഒരു കുട്ടികളെ മനസ്സിലുണ്ടാവും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടോ എൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ശീലിപ്പിക്കുകയും ചെയ്യണം. ജീവിതത്തിൽ എല്ലാ സമയത്തും രക്ഷിതാക്കളായ നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നത് ദുആ ഖുർആനിലുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കളെ കുറിച്ച് അവിടെ നമ്മൾ ദുആ ചെയ്യുന്നത് ഖുർറത അയ്യുൻ, കണ്ണിന് കുളിർമയാക്കണേ എന്നാണ്. ഇവിടെ കൂടെ പറയുന്നത് എന്താണെന്നറിയോ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, എന്നാൽ മുത്തഖീങ്ങളെ ഇമാമാക്കണേ. അപ്പൊ നമ്മളെ മുത്തഖീങ്ങളെ ഇമാമാകാനുള്ള ഒരു പ്രതിജ്ഞ നമ്മളെടുത്തും വേണം. കുട്ടി കണ്ണിന് കുളിർമ ആവണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ,
അപ്പൊ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഇജ്ജ് മൊബൈൽ എടുക്കേണ്ടതാന്ന് പറയുമ്പോ തന്നെ അപ്പൊ ഉമ്മാക്ക് പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഉമ്മ എന്തിനാണ് ഫോൺ എടുക്കുന്നത് എന്ന് ചോദിക്കാൻ കഴിയുന്നത്. ഉമ്മ എപ്പോഴാണ് ഖുർആൻ ഓതുന്നത്, അല്ലെങ്കിൽ ഉപ്പ മുതിർന്ന ആളുകൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എപ്പോഴൊക്കെ ചെയ്തത്, അത് കുട്ടിന്റെ ശീലത്തിൽ കൃത്യമായി ഉണ്ടാവും. അപ്പൊ ജീവിതത്തിന്റെ സ്റ്റൈല് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഈ ജീവിത ശൈലി നമ്മൾ ആവിഷ്കരിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഒരാളും കുട്ടിക്ക് കേടായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേടായി ദുആ ചെയ്താൽ അത് കുട്ടിനെ ബാധിക്കും. ചിലപ്പോഴൊക്കെ മാതാപിതാക്കളുടെ പ്രശ്നം എന്താണെന്ന് ഈ ദേഷ്യം പിടിക്കുന്ന സമയത്തിന്റെ ഞാനിപ്പോ ഇവിടുന്ന് മൈക്കിൽ കൂടെ പറയുന്നില്ല, എന്തെങ്കിലും അങ്ങനെ പറയും എന്റെ കുട്ടിനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ല, എന്നാലും എനിക്ക് ആ ദേഷ്യം. മാതാപിതാക്കളുടെ വാക്ക് അത് ചില സമയത്ത് കുട്ടികളെ പ്രതിഫലിക്കും. ഇവിടെ നമ്മൾ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിനെ പൊട്ടാവില്ല ചില ആൾക്കാർ. ഉദാഹരണം പറയാം, അപ്പോൾ പൊട്ടനെ ഇവിടെ പിന്നെ കുട്ടി പഠിക്കണില്ല, കുട്ടിക്ക് മാർക്കില്ല. കാരണം എന്താ, ദ്വാരുന്ന ഉത്തരം കിട്ടുന്ന അമ്മ കുട്ടിനെ എപ്പോഴും പൊട്ടനെ അന്നെ കൊണ്ട് കഴിയൂലടാ, വിചാരിച്ചിട്ട് കാര്യമില്ലടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിസ്സാരപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. രണ്ടാമത്തെ കാര്യം, കമ്പയർ ചെയ്യാൻ പാടില്ല. എനിക്ക് എത്ര മാർക്ക്, എനിക്ക് 20, എനിക്ക് 20. അപ്പൊ അയലോകത്തുള്ള നമ്മളെ ബനോ മറ്റേ ഇയാളെ കുട്ടിക്ക് എന്റെ ക്ലാസ്സിലുള്ള ഓന് 15 അത് കുഴപ്പമില്ല, അത് നമ്മുടെ കാഴ്ചപ്പാട്. അതല്ലെങ്കിൽ ഓന് 25 ഉണ്ടായാൽ ഓന് 25 കിട്ടിയിട്ട് എനിക്ക് 20 കിട്ടിയതുള്ളൂ എന്ന് പറയും. അപ്പൊ അതുണ്ടാവാതെ കുട്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അംഗീകരിക്കുകയും പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉസ്താദ്മാരെ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഉസ്താദ്മാരെ കുട്ടിനെ കുറ്റപ്പെടുത്തൂല, ഒരിക്കലും കുറ്റം പറയില്ല. രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്. അതിനിപ്പോ ആരായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കല് ഒരു കഥ പറയാറുണ്ട്. പിന്നെ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സിനാന് ബാപ്പ് ഗൾഫിൽ നിന്ന് ഓടുന്ന പുതിയ വാച്ച് കിട്ടിയിട്ട് ഒരു ദിവസം സ്കൂളിൽ പോയി, മദ്രസയിൽ പോയി. വാപ്പ ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന പുതിയ വാച്ച്, അവന്റെ വലിയ പ്രതീക്ഷയായിരുന്നു എനിക്ക് ഒരു പുതിയ വാച്ച് കിട്ടണം. അങ്ങനെ വാപ്പ അടുത്ത വരവിന് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ആ വാച്ച് കിട്ടിയിട്ട് മദ്രസയിൽ പോയി. അങ്ങനെ മദ്രസയിലെ ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോ പുതിയ സാധനം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കരുതലായിരിക്കും. ആ വാച്ച് വെച്ചിട്ട് മേശമ വെച്ചു, ഡെസ്കുമ്മ വെച്ചിട്ട് കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോ വാച്ച് കാണാനില്ല. വാച്ച് കാണാനില്ല മാത്രമല്ല, കുട്ടി കരച്ചിലോട് കരച്ചില്. എന്റെ വാപ്പ ഗൾഫിൽ നിന്ന് കൊടുത്ത പുതിയ വാച്ചാണത്, ഞാൻ ഇവിടെ കഴിച്ചു കാണാൻ മൂത്ത് വയ്ക്കാൻ പോയതേനി, അത് കാണാനില്ല. അങ്ങനെ ഭയങ്കര കരച്ചില്. അപ്പൊ ഉസ്താദ് ഒരു വിദ്യ ചെയ്തു. ഇതൊക്കെ തന്നെയാണ് സാധാരണ ഉസ്താദ്മാരും മാഷന്മാരൊക്കെ ടീച്ചർമാരൊക്കെ ചെയ്യല്. എല്ലാവരും ഇത് കളിക്കാൻ പോയിക്കാണ് 5 മിനിറ്റ്. കുട്ടികളെ മുഴുവൻ കളിക്കാൻ പോയി. എല്ലാവരും കളിക്കാൻ പോയി. കളിക്കാൻ പോകുന്ന സമയത്ത് ഉസ്താദ് ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കൂടി കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കൂല. ഓലാവര് ത്രില്ലൂര് പോയി. തിരിച്ചു വന്നപ്പോ ഉസ്താദ് വാച്ച് പോയ കുട്ടി സിനാനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞോ, പിന്നെ വാച്ച് അവിടെ ഇവിടെ ഇടാൻ നിൽക്കരുത്, അവിടെ ഇവിടെ വാച്ച് ഇട്ടുകാണ്ട് പിന്നെ ഇവിടെ കൊണ്ടിട്ടത് മറ്റുള്ളവർ കണ്ടതല്ലേ, ഓർ കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സംശയിക്കാൻ നിൽക്കരുത്. അപ്പൊ കുട്ടി മനസ്സിലാക്കിയാണ് അത് ഞാൻ തന്നെ ഇവിടെ മറന്നു വെച്ചാണ്, ഉസ്താദ് കണ്ടെത്തിയതാണ്. അപ്പൊ ആ വാച്ച് എടുത്ത് ഉസ്താദ് കുട്ടിക്ക് കൊടുത്ത് വിഷയം അവസാനിച്ചു. പക്ഷെ ശരിക്കും ഈ ക്ലാസ്സിൽ ഈ വാച്ച് മോഷ്ടിച്ച കുട്ടിക്ക് ഓരാണ് നമ്മുടെ കഥാപാത്രം. ഓനെ നൽകാതെ നമുക്ക് സിനാനെന്ന് വിളിക്കാം. പക്ഷെ മറ്റൊരു പ്രശ്നം തീർന്ന് എന്റെ വാച്ച് ആരും കളവുണ്ടായതല്ല, ഞാൻ ഇവിടെ വെഞ്ചിന്റെ ചോട്ടിക്ക് നിലത്തിട്ടതാണ്. അത് ഉസ്താദ് കണ്ടപ്പെടുത്തൊന്നും ചെയ്തല്ലോ. പക്ഷെ ഇത് എടുത്തിട്ട് ബാഗിന്റെ ഉള്ളിൽ വെച്ച സിനാണ്ടല്ലോ. ആലോചിച്ചു, എന്താ സംഭവം, ഞാൻ ഓന്റെ വാച്ച് മോഷ്ടിച്ച് എന്റെ ബാഗിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്റെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് ഉസ്താദ് കുട്ടിയൊക്കെ കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഉസ്താദ് വാച്ച് അടിപൊളി ഇടരുത്, വെറുതെ കുട്ടികളൊക്കെ പാടെ മോഷ്ടാക്കളാണെന്ന് സംശയിക്കും, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഈ കുട്ടി ആലോചിച്ചു എന്താണ് പ്രശ്നം. കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു. രക്ഷിതാക്കൾ പറഞ്ഞെടുത്തു, ഉസ്താദ് അർത്ഥത്തിൽ ചെയ്തത് എന്റെ തെറ്റ് തിരുത്തുക ചെയ്തത്. സംഗതി കുട്ടിയാണെന്നുള്ളതൊക്കെ എന്റെ കമ്പം തോന്നിയപ്പോ ഓന്റെ വാച്ചിന്റെ എടുത്ത് വെച്ചു. ആ അടിയിൽ അന്നെ
കള്ളനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഇടയിൽ മോശമല്ലേ. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യരുത് തന്നെ ബോധ്യപ്പെടുത്തി തരിക ചെയ്തത്. എനിക്ക് ഭയങ്കര സംഭവമായി. ഇതാണല്ലേ ഉസ്താദ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പോലും മറ്റു കുട്ടികളോട് അത് ഓൻ ചെയ്തത് തെറ്റാണെന്ന് പറയാതെ എന്നെ പഠിപ്പിച്ച ഈ ഉസ്താദ് എന്നൊരു റോൾ മോഡലാണല്ലോ. അപ്പോൾ ഓൻ തീരുമാനിച്ചു ഉസ്താദിനെ പോലെ ആവണം. പിന്നെ ഓരോ ദിവസവും ആ ഉസ്താദിന്റെ ശൈലിയും നടപ്പും പ്രവർത്തനങ്ങളും പറച്ചിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓന്റെ സ്ഥിതി ആകെ മാറി. ക്ലാസ്സിലെ മുന്നിൽ വെച്ചേക്ക് സ്ഥാനം മാറി. കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ഓൻ വളർന്ന് വലുതായി. ഇന്നിപ്പോ ഓന് എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതി MBBS അഡ്മിഷൻ കിട്ടി, ഡോക്ടറായി. അതിനുശേഷം നഗരത്തിലെ ടൗണിലെ വലിയൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറായി മാറി. ജീവിത ശൈലി മുഴുവൻ മാറി. മാതാപിതാക്കൾക്കൊക്കെ അറിയാം ഉസ്താദിനെ റോൾ മോഡലാക്കി വന്ന കുട്ടിയാണ്. കാലം കുറെ കഴിഞ്ഞ് ഒരിക്കൽ ഡോക്ടറെ കാറോടെ അങ്ങാടി കൂടെ ഇങ്ങനെ വരിക. അങ്ങാടി കൂടെ കാർ ഇങ്ങനെ വരുന്ന സമയത്ത് പണ്ട് പഠിപ്പിച്ച ഈ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് വടി കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നു. കാറ് കണ്ടപ്പോൾ നിർത്തി. ഉസ്താദ് എങ്ങോട്ട് അയച്ചു? ഞാൻ പറഞ്ഞ അങ്ങാടിക്ക് അടിയാണ്. അപ്പോൾ പറഞ്ഞു ഉസ്താദ് അങ്ങാടി എത്തിച്ചു. പക്ഷെ ഉസ്താദിനൊരു ഡൗട്ട്, ഈ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെ എനിക്കറിയാം? ഡോക്ടറെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറല്ലേ? അതെ. നിങ്ങൾക്ക് എങ്ങനെ എന്നെ പരിചയം? അപ്പൊ സിനാൻ പറഞ്ഞു ഉസ്താദെ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? പണ്ട് 5ാം ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്ന കുട്ടിന്റെ വാച്ച് കട്ടു എന്റെ ബാഗിൽ എടുത്ത് കാണുമ്പോൾ ഓനെ കൊടുത്തിട്ട് ഇന്ന വല്ല ഓലടിയിലൊന്നും മുണ്ടിയതും ഇല്ല. എന്നാൽ എനിക്ക് നിങ്ങൾ തിരിച്ചു തന്നു. അന്ന് തീരുമാനിച്ചതാണ് ഞാൻ നിങ്ങളെ പോലെ ആകണമെന്ന്. പിന്നെ ഞാൻ നിങ്ങളെ മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ ഞാൻ ഈ നിലയിലെത്തിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കഥയിലെ ഗുണവാദം അതാണ്. അത് ശരി, സിനാനെ ഇച്ചാണല്ലേ ആ വാച്ച് എടുത്തിരിക്കുന്നത്? ഉസ്താദിന്റെ ബാഗിൽ നിന്നല്ലേ എടുത്തത്? അപ്പൊ ഉസ്താദ് പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ബാഗിൽ നിന്നാണ് ഞാൻ വാച്ച് എടുത്തത്. പക്ഷേ എന്റെ കുട്ടികളെ ആരും കള്ളനെ വിളിക്കണ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ ഇന്റർവെല്ലിൽ കളിക്കാൻ വിട്ടത്. എനിക്ക് എല്ലാ ബാഗും ഞാൻ മേശമൊക്കെ കൂട്ടിവെച്ച് ഏതോ ഒരു ബാഗിൽ നിന്ന് എനിക്ക് വാച്ച് കിട്ടി. എനിക്ക് ഇപ്പോഴും അറിയില്ല ഇനി ആരെ ബാഗിൽ നിന്നാണ് ആ വാച്ച് കിട്ടിയത്. ഞാൻ അങ്ങനെ ചെയ്തത് എന്താണെന്നറിയോ? നാളെ എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഇന്നലെ വാച്ച് കണ്ടോനെ എന്ന് തോന്നൽ എന്റെ മനസ്സിലും കൂടി ഉണ്ടാകരുത് എന്നാണ് ഞാൻ താല്പര്യപ്പെട്ടത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഉസ്താദ്. മുന്നിലിരിക്കുന്ന കുട്ടി, എന്റെ മുന്നിൽ പഠിക്കാൻ വരുന്ന കുട്ടി ചെയ്യുന്ന തെറ്റിനെ തിരുത്തി കൊടുക്കുമ്പോൾ പോലും, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ആ കുട്ടിയെ ശപിക്കുന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് റോൾ മോഡലായി മാറുക. ഇങ്ങനെ രക്ഷിതാക്കളും മാറണം. അപ്പോഴാണ് സമൂഹം മൊത്തത്തിൽ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട്